ഒരു കുട്ടി, ഒരു ബോയ് വണ്ണും ഒരു ബോയ് ടു. ബോയ് വൺ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യന്റ് ആണ്. ആൾ ഭയങ്കര ബ്രില്യന്റ് ആണ്, പക്ഷെ ആൾക്കൊരു ഡെയിലി റുട്ടീൻ ഒന്നുമില്ല, അല്ലെങ്കിൽ എന്താ ഡെയിലി പഠിക്കുക അങ്ങനെയൊന്നുമില്ല. ബ്രില്യന്റ് ആണ് ആള്. ആള് പഠിക്കാതിരിക്കുന്ന സമയത്ത് ആൾക്ക് നല്ല എന്താ പറയാ നല്ല പോലെ മനസ്സിൽ കയറും, നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡെയിലി റുട്ടീൻ ഒന്നുമില്ല, വല്ലപ്പോഴൊക്കെ പഠിക്കും, അങ്ങനെയാണ്. എന്നാൽ വേറൊരു കുട്ടി, ബോയ് ടു എന്ന് പറയുന്ന കുട്ടി, ബ്രില്യന്റ് അത്ര അത്ര ബ്രില്യന്റ് അല്ല, ഒരു ഏവറേജ് സ്റ്റുഡന്റ് ആണ്, പക്ഷെ ഡെയിലി പഠിക്കും. ഈ രണ്ടു പേരും എക്സാം കുറെ നാള് പഠിച്ച് പഠിച്ച് എക്സാം എഴുതി. എക്സാം എഴുതി കഴിഞ്ഞാൽ ആർക്കായിരിക്കും മാർക്ക് കൂടുതൽ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആർക്കായിരിക്കും മാർക്ക് കൂടുതൽ? ഹാർഡ് വർക്ക് ചെയ്ത ആൾക്ക്. ബോയ് ബിക്ക് ആയിരിക്കും. ബ്രില്യന്റ് ആയ ആൾക്ക് ഡെയിലി ഇല്ല, ആള് ഡെയിലി പഠിക്കുന്നില്ല, ഡെയിലി എന്താ പറയാ റുട്ടീൻ ഇല്ല. പക്ഷെ ബോയ് ബി, രണ്ടാമത്തെ ബോയ് എങ്ങനെയാണ്? ആ കുട്ടി ബ്രില്യന്റ് അല്ലെങ്കിൽ പോലും ഡെയിലി കൺസിസ്റ്റന്റ് ആയി. അപ്പൊ അതിൽ ആ വേർഡ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൺസിസ്റ്റൻസി. എലോന ബിസിനസ് വുമൻ ആവാണെങ്കിലും റിസ്മിയ ഗൈനക്കോളജിസ്റ്റ് ആവാണെങ്കിലും ആവണം എന്നുള്ള ആഗ്രഹം മാത്രം മതിയോ മനസ്സിൽ? നോ, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ പോരാ, മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇന്ന് ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തു, എന്നാൽ 2 ദിവസം എനിക്ക് ബ്രേക്ക്, അങ്ങനെയാണോ? അല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ഡേ നമുക്ക് എന്താണ് ആ വിഷയത്തിൽ നമ്മൾ എത്തിയിരിക്കും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയാ ആവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ എന്താണെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡെയിലി റുട്ടീൻസ് ഉണ്ടോ? രാവിലെ എണീറ്റിട്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളത് എന്തെങ്കിലും ഡെയിലി റുട്ടീൻസ് ഉള്ള ആളുകളാണോ? നമുക്ക് സക്സസ് ആയ പേഴ്സൺസിന്റെ ലൈഫിലെല്ലാം ഒരു ഡെയിലി റുട്ടീൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് തന്നെ ഒരു കൃത്യത ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, രാവിലെ നിങ്ങൾ എണീക്കുന്നത് ചിലപ്പോ നൈറ്റോള് അല്ലെങ്കിൽ ഏർലി ബേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ചിലർക്ക് രാത്രി കുറെ ലേറ്റ് ആയിട്ടിരുന്ന് പഠിച്ചിട്ട് കിട്ടുന്നവരുണ്ടായിരിക്കും, ചിലർ ചിലപ്പോൾ നേരത്തെ എണീറ്റിട്ട് ഉള്ളതുണ്ടായിരിക്കും. അപ്പൊ രണ്ടും നമ്മൾ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. 99% ഒരു പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് രാവിലെ നേരത്തെ എണീക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഫോൺ ഒരിക്കലും യൂസ് ചെയ്യരുത്. രാവിലെ എണീറ്റപ്പോ തന്നെ ഫോൺ യൂസ് ചെയ്യുക, അത് നല്ല ശീലമല്ല. പിന്നെ പത്രം വായിക്കുന്നവരാണോ? ആദിനാഥ് IPS ആണെങ്കിലും എലോന ബിസിനസ് വുമൺ ആണെങ്കിലും റിസ്മിയ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും പത്രം വായിക്കാനുള്ള ശീലം കൊണ്ടുവരുന്നത് നല്ലതാണ്. പത്രമല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബുക്കോ എന്തെങ്കിലുമൊക്കെ ഡെയിലി റുട്ടീൻസിൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലൊരു എന്താ പറയുക ഒരു ഹാബിറ്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു റുട്ടീൻ ആണത്. പത്രം വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ബുക്ക് വായിക്കുക, ഡെയിലി ഒരു പേജെങ്കിലും വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്. നല്ലതാണ്. നമ്മൾ എന്തായിരിക്കണം? ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് നല്ലൊരു അച്ഛനമ്മേനും തന്നു, നല്ലൊരു എന്താ പറയാ പഠിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു, ഇങ്ങനെ സ്വപ്നം കാണാൻ തന്നെ നമുക്ക് പറ്റി. IPSും അതുപോലെ ബിസിനസ് വുമൺ ആവാൻ അതുപോലും പറ്റാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. പിന്നെ പുസ്തകങ്ങൾ തരുന്നു, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാര്, എല്ലാവരോടും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. 5 മിനിറ്റ്, ഞാൻ 5 മിനിറ്റ് ചോദിക്കുന്നുള്ളൂ, 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കാം. മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഒരു ഡിഗ്രിക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കുമെന്ന്, അതായത് ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. എല്ലാവരും, അതായത് നമ്മുടെ സ്റ്റഡീസ് എല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. രാവിലെ എണീറ്റ് ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ബ്രീത്തിൽ ഒന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഒരു 5 മിനിറ്റിലെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്, പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, എക്സാമിന് കോൺസെൻട്രേഷൻ കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് വേറെ വേറെ കാര്യങ്ങളിലേക്ക് തെറ്റി പോകും.